ഹായ് ഓൾ. ഐലിൻ ക്യൂൻ ഓഫ് ദ സീരിയൽ കില്ലർ എന്ന ഡോക്യുമെന്ററിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു ഇംഗ്ലീഷ് ഡോക്യുമെന്ററി ആണ്. തമിഴ് ഡബിംഗ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണിപ്പോൾ. ബേസ്ഡ് ഓൺ എ ട്രൂ ഇവന്റ് എന്ന് പറയാവുന്ന ഒരു ഡോക്യുമെന്ററി ആണിത്. ഒരു ലേഡി സീരിയൽ കില്ലറിന്റെ കഥയാണ് ഈ സീരീസ് പറയുന്നത്. 1989-90 കാലഘട്ടത്തിൽ ഫ്ലോറിഡയിലുള്ള 7 പുരുഷന്മാരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സീരിയൽ കില്ലറാണ് ഐലീൻ. ഐലിന്റെ ചെറുപ്രായത്തിൽ അവളുടെ ഗ്രാൻഡ് പാരന്റ്സ് അവളെ ദത്തെടുത്ത് വളർത്തുകയാണ്. ആ ചെറുപ്രായത്തിൽ തന്നെ ശാരീരികമായും മാനസികമായും ലൈംഗികമായും ഒക്കെ അവൾ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് അവളുടെ മനസ്സിനെയും ശരീരത്തെയും അവളുടെ ഭാവിയെയും ഒക്കെ എങ്ങനെ ബാധിച്ചു, പിന്നീട് അവൾ എങ്ങനെ ഒരു സീരിയൽ കില്ലറായി മാറി എന്നതൊക്കെയാണ് ഈ ഡോക്യുമെന്ററി പറയുന്നത്. തുടർന്ന് ഈ പീഡനങ്ങൾക്കെല്ലാം ശേഷം അവൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ അവളൊരു സെക്സ് വർക്കർ ആകുന്നു. ഈ സെക്സ് വർക്കർ എന്ന രീതിയിൽ അവൾ എങ്ങനെ എത്തിച്ചേർന്നു എന്നും തുടർന്ന് എന്തൊക്കെ സംഭവിച്ചു, എന്താണ് അവളെ ഈ ഒരു ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് നയിച്ചതെന്നൊക്കെ അറിയാൻ ഈ ഡോക്യുമെന്ററി കാണുക തന്നെ വേണം. 1.25 മണിക്കൂറാണ് ഈ ഡോക്യുമെന്ററിയുടെ ടൈം ഡ്യൂറേഷൻ വരുന്നത്. ഒരു കുട്ടിയുടെ ചെറുപ്പകാലത്ത് ആ കുട്ടി വളരുന്ന സാഹചര്യം എങ്ങനെ അവളുടെ ഭാവിയെയും വളർച്ചയെയും എങ്ങനെയാണ് തുടർന്ന് മറ്റുള്ളവരെ കൂടി അത് ബാധിക്കുന്നത് എന്ന് വ്യക്തമായി ഈ ഡോക്യുമെന്ററി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഐലീൻ എന്നാണ് ഈ ലേഡിയുടെ പേര്. ഐലീൻ ആദ്യത്തെ ആളെ കൊന്ന രീതി അവരിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലും അറപ്പ് തോന്നുന്ന രീതിയിലും അതിക്രൂരമായി തന്നെയാണ്. അത് നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നാണ്. എന്നെ ഏറ്റവും കൂടുതൽ ലൈംഗികമായി ഉപദ്രവിച്ചവരെയാണ് ഞാൻ ഈ കൊന്നത് എന്നാണ് അവൾ അതിനൊക്കെ പറയുന്ന ഒരു ന്യായീകരണം. ഒരുപാട് ഒറിജിനൽ സീൻസ് ഈ ഡോക്യുമെന്ററിയിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇതൊരു യഥാർത്ഥ സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒന്നും തന്നെ ഇതിലില്ല. അഡൽട്ട് കണ്ടന്റ് ഒരുപാടുണ്ട്. സ്ട്രിക്ട്ലി അഡൽട്ട് ഡോക്യുമെന്ററി ആണ്. വൺ ടൈം വാച്ചബിൾ ആണ്. പേടിക്കാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി എന്തൊക്കെ പറയാനുള്ളത് പോലെ, അതായത് പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണം എന്നൊരു ചിന്തയിൽ അവരിതിന്റെ ക്ലൈമാക്സ് മേക്ക് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.